ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഗ്രാമർ ആണ്, അതായത് വ്യാകരണ പാഠങ്ങൾ. ലാസ്റ്റ് പേജ് നമ്പർ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ പേജ് നമ്പർ 82 എടുത്തേ. പേജ് നമ്പർ 82 എടുത്തോ എല്ലാവരും? ഓക്കെ. അപ്പൊ വ്യാകരണ പാഠങ്ങൾ ഉണ്ട് അല്ലെ? ഹെഡിങ് കണ്ടോ എല്ലാവരും? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ഒരു തമ്പിട് മക്കളെ. ഓക്കെ. അപ്പൊ കണ്ടു എല്ലാവരും അല്ലെ? മിസ് വായിക്കാം. 1, ഭാഷ. വ്യാകരണമാണ് പഠിക്കുന്നത്. ഭാഷ. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളും ഉണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷ തന്നെ. അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. ഭാഷ പ്രധാനമായും ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെ കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട് അല്ലെ? ഭാഷയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വ്യാകരണത്തില് 1 ഭാഷയാണ്. ഭാഷയെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഭാഷ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഭാഷ? ആർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഭാഷ? ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് അല്ലെ ഭാഷ? മാതൃഭാഷ. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് അല്ലെ? നമ്മളിപ്പോ ആംഗ്യത്തിൽ കൂടി നിങ്ങളെ കാണിച്ചൂടെ? ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഫെയ്ത്തിനോട് നേരത്തെ ഒരു മിനിറ്റ്, അപ്പൊ അത് ആംഗ്യത്തിൽ ഇങ്ങനെ കാണിക്കാം അല്ലെ? നമുക്ക് ഒരു 1 മിനിറ്റ് ഇങ്ങനെ കാണിക്കാം. അതുപോലെ വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് അല്ലെ? എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്. അതില് ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷ തന്നെ. അതായത് ഭാഷ സംസാരിച്ചുകൊണ്ട് ഒരാളെ അറിയിക്കുന്നതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് അല്ലെ? ക്ലിയർ ആവണമെങ്കിൽ ആംഗ്യത്തിലൂടെ നമുക്ക് ചിലപ്പോ അത് ക്ലിയർ ആയിന്ന് വരില്ല അല്ലേ? അതുകൊണ്ട് വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഏതാണ്? ഭാഷയാണ് അല്ലെ? അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. എന്താണ് ഭാഷ? അന്യരെ നമ്മൾ എന്തെങ്കിലും അറിയിക്കുന്നതിന് അത് മനസ്സിലാകും വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. അണ്ടർലൈൻ ചെയ്തോ? അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. ഭാഷ പ്രധാനമായും ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. എന്തിനാ ഭാഷ ഉപയോഗിക്കുന്നത്? ഭാഷണം അല്ലെ? സംസാരിക്കാൻ വേണ്ടിയാണ് ഭാഷ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഭാഷ പ്രധാനമായും ഭാഷണം, സംഭാഷണം, ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെ കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത് അല്ലെ? പഴയ കാലങ്ങളിൽ എന്തായിരുന്നു? എഴുത്തിലായിരുന്നില്ല, വെറും സംസാരിക്കലായിരുന്നു അല്ലെ? കുറെ കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പിലാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട് അല്ലെ? ഭാഷണത്തിന് മാത്രം ഉപയോഗിക്കുന്ന പല ഭാഷകളും പ്രചാരത്തിലുണ്ട്. എഴുത്തില്ലാത്ത ഭാഷകള് അനേകം പ്രചാരത്തിലുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഭാഷയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ വിചാരങ്ങൾ അന്യധരിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അതില് എന്താണ്? ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഭാഷ. അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലെ? ഭാഷ എന്നാൽ എന്താ നിർവചനം? അന്യർക്ക് മനസ്സിലാകും വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലെ? ഭാഷയ്ക്ക് നിർവചനം കിട്ടിയില്ലേ? ഭാഷ പ്രധാനമായും ഭാഷണത്തിന്, അതായത് സംസാരിക്കാൻ വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെ കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട്. ഭാഷാഗോത്രങ്ങൾ 2: ദ്രാവിഡ ഗോത്രം, മലയാളം അല്ലെ? അപ്പൊ നമുക്കൊക്കെ സ്വന്തമായ പേരുണ്ട്, കുടുംബവും ഉണ്ട്. അതുപോലെ ഓരോ ഭാഷയ്ക്കും സ്വന്തമായ പേരും കുടുംബവും ഉണ്ട്. ഭാഷാ കുടുംബങ്ങളെ ഗോത്രം എന്നാണ് പറയുന്നത്. ഭാഷാ കുടുംബങ്ങളെ എന്താ പറയുന്നത്? ഗോത്രം. ഗോത്രം എന്നാണ് ഭാഷാ കുടുംബങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഓരോ പേരുണ്ടല്ലോ അല്ലെ? ഷോൺ, ഫെയ്ത്ത്, ആൻമരിയ, ആഷിഖ്, ദിയ എന്നൊക്കെ നിങ്ങൾക്ക് പേരുണ്ട്. അതുപോലെ ഭാഷയ്ക്കും ഉണ്ട് അല്ലെ? അപ്പൊ ഭാഷാഗോത്രങ്ങളെ
എന്താ വിളിക്കുന്നത്? നമുക്കൊക്കെ സ്വന്തമായ പേരുണ്ട്, കുടുംബവും ഉണ്ട്. അതുപോലെ ഓരോ ഭാഷയ്ക്കും സ്വന്തമായ പേരും കുടുംബവും ഉണ്ട്. ഭാഷാ കുടുംബങ്ങളെ എന്താ വിളിക്കുന്നത്? ഗോത്രം. ഗോത്രം അല്ലെ? ഗോത്രം എന്നാണ് പറയുക. ദ്രാവിഡം എന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് ഏത്? മലയാള ഭാഷ അല്ലെ? പിന്നെയോ അതിന്റെ പുറകെ പറയുന്നെന്താ? തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകളും ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവ തന്നെ. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ആര്യന്മാരുടെ സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ സംസ്കൃതവും കൂടിക്കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത പദങ്ങളാണ്. ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട് അല്ലെ? ഏത്? ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ എന്താ? ഭാഷാ ഗോത്രങ്ങളില് ഏത് ഗോത്രത്തിലാണ് മലയാളം ഉൾപ്പെടുന്നത്? ദ്രാവിഡ ഗോത്രത്തിലാണ് പെടുന്നത് അല്ലെ? നമുക്കൊക്കെ സ്വന്തമായ പേരും കുടുംബവും, അതുപോലെ തന്നെ ഭാഷകൾക്കും അതിന്റെ പേരുണ്ട് അല്ലെ? ഇത് എന്താ അതിനെ വിളിക്കുക? ഗോത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷാ കുടുംബങ്ങളെ ഗോത്രം എന്നാണ് പറയുക. ദ്രാവിഡം എന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിലാണ് മലയാള ഭാഷ ഉൾപ്പെടുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകളും ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവ തന്നെ. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ് ഏതൊക്കെ? സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഏതാണ്? ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ആര്യന്മാരുടെ സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ സംസ്കൃതവും കൂടിക്കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത പദങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷകളിൽ പകുതിയോളം സംസ്കൃതത്തിന്റെ ഒരു കൂടിച്ചേരൽ വരുന്നുണ്ടെന്നാ പറയുന്നത്. പിന്നെന്താ? ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട് അല്ലെ? അത് വിദേശ ഭാഷകളിൽപ്പെട്ടാണ്. ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, അറബി അല്ലെ? അതൊക്കെ നമ്മുടെ വിദേശത്ത് നിന്ന് കിട്ടിയാണ് അല്ലെ? വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളാണ്. അതൊക്കെ മലയാളത്തിൽ നമ്മൾ കലർത്തുന്നുണ്ട്. നമ്മ മംഗ്ലീഷ് എന്ന് പറയുന്നില്ലേ അല്ലെ? ഇംഗ്ലീഷും മലയാളം ഒക്കെ ചേർന്ന് നമ്മൾ എന്തൊക്കെയോ സംസാരിക്കാറുണ്ട് അല്ലെ? അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, അറബി തുടങ്ങിയ വിദേശ ഭാഷകളുടെ പദങ്ങളും മലയാളത്തിലുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ? ആദ്യത്തെ നമ്മൾ ഭാഷ പഠിച്ചു. 2 ഭാഷാഗോത്രങ്ങള്. ആദ്യം ഭാഷയെ പറ്റി ഒരു നിർവചനം പറഞ്ഞു. എന്താ ഭാഷക്ക് തന്ന നിർവചനം? അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ എന്ന് പഠിച്ചു അല്ലെ? ഭാഷ എന്നാൽ എന്തെന്ന് പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഭാഷ പഠിച്ചു. 2 ഭാഷാ ഗോത്രങ്ങൾ പഠിച്ചു. അതിൽ ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്നതാണ് മലയാളം എന്ന് പഠിച്ചു. ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? ഭാഷയുടെ ഇതിന് പറയുന്ന പേരാണ് ഗോത്രം. ഗോത്രത്തില് ഏതാ? ദ്രാവിഡ ഗോത്രത്തിലാണ് മലയാളം ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇൻഡോ ആര്യൻ ഭാഷകളാണ് ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ മൂന്നാമത്തത് വാക്യം. അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗകികം അല്ലെ? വാക്യത്തിനെ കുറിച്ച് എന്തൊക്കെയാ ഇത് വേണമെങ്കിൽ പഠിക്കും നമ്മള്? അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗകികം അല്ലെ? അപ്പൊ അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇതുവരെ പഠിച്ചതില് ഒന്ന് ഭാഷയാണ്. വിചാരങ്ങളെ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഏത്? ഭാഷ. അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഏത് ഗോത്രത്തിലാണ്? എന്താണ് ഭാഷാ കുടുംബങ്ങളെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഗോത്രം. അപ്പൊ ഗോത്രം ദ്രാവിഡ ഗോത്രത്തിലാണ് ഏത് ഉള്ളത്? മലയാളം. ഇൻഡോ ആര്യൻ ഭാഷ ഗോത്രത്തിൽപ്പെട്ടത് ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മിസ്. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ. ഓക്കെ. അപ്പൊ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ആര്യന്മാരുടെ സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ സംസ്കൃതവും കൂടിക്കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത
പദങ്ങളാണ്. ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയെന്ന് പഠിച്ചു? ഭാഷ എന്നാൽ എന്ത് പഠിച്ചു? ഏത് ഗോത്രത്തിലാണ് ഭാഷ, മലയാള ഭാഷ ഉൾപ്പെടുന്നത് എന്ന് പഠിച്ചു. പിന്നെയോ ദ്രാവിഡ ഗോത്രത്തിനെ പറ്റി പഠിച്ചു അല്ലെ. ഇൻഡോ ആര്യൻ ഗോത്രം ഇത്രയും പഠിച്ചു. മനസ്സിലായോ? അൻമരിയ, പ്ലീസ് അൺമ്യൂട്ട് അൻമരിയ. എന്താണ് ഭാഷ എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ എന്താ? അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താ? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങൾ, അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഭാഷ അല്ലെ. നെക്സ്റ്റ്, ഏത് ഗോത്രത്തിലാണ് ഭാഷ? ഏത് ഭാഷാ ഗോത്രത്തിലാണ് മലയാളം ഉൾപ്പെടുന്നത്? ആഷിക്ക് ഗോത്രം മനസ്സിലായില്ലേ? ഏതിലാണ് മലയാളം ഉൾപ്പെടുന്നത് എന്നാ മിസ് പറഞ്ഞത്? ദ്രാവിഡ ഗോത്രത്തിലല്ലേ. അപ്പൊ നെക്സ്റ്റ് ഫെയ്ത്ത്, ഇൻഡോ ആര്യൻ ഭാഷകൾ ഗോത്രത്തിൽപ്പെട്ടത് ഏതൊക്കെയാ ഭാഷകള്? പ്ലീസ് അൺമ്യൂട്ട് ഫെയ്ത്ത്. ഓക്കെ, മിസ് എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ മോന്? മനസ്സിലായിട്ടേ മിസ് പറഞ്ഞത്? ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ടവ ഏതൊക്കെയാ? സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ. ടെക്സ്റ്റ് ബുക്കിൽ പോയി അണ്ടർലൈൻ ചെയ്യണേ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം. അപ്പൊ മൂന്നാമത്തെ നമുക്ക് എന്താ പഠിക്കണ്ടേ? ഭാഷ പഠിച്ചു, ഭാഷാ ഗോത്രങ്ങൾ പഠിച്ചു, പിന്നെന്താ? 3 വാക്യം അല്ലെ. വാക്യം, അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, പിന്നെയോ യൗകികം. ഇത്രയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതിന്. അപ്പൊ ആന നിൽക്കുന്നു എന്നതൊരു വാക്യമാണ്. ആന പന തിന്നുന്നു എന്നതും വാക്യം തന്നെ. ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 ഘടകങ്ങളുണ്ട്. ഇങ്ങനെ ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാശയം പൂർണ്ണമായ വാക്യമാണ് അങ്കിവാക്യം അല്ലേ. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്നും പേർ. അണ്ടർലൈൻ ചെയ്യണേ ഏതാണ് അങ്കിവാക്യം, ചൂർണിക ഏതാണ് എന്നൊക്കെ അണ്ടർലൈൻ ചെയ്യണം നിങ്ങളെ. നെക്സ്റ്റ്, അപ്പൊ ആന നിൽക്കുന്നു എന്നതൊരു വാക്യമാണ്. ആന പന തിന്നുന്നു എന്നതും വാക്യം തന്നെ. ആന, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ട് എന്താണ് ചൂർണിക, എന്താണ് അങ്കിവാക്യം എന്നാ ചോദിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവണം കേട്ടോ. നെക്സ്റ്റ്, ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഏതാ കർത്താവ് വരും അതില്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അൻമരിയ? മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയും. സബ്ജക്റ്റ്, വെർബ്, പിന്നെന്താ അങ്ങനെ പഠിച്ചേ? നൗൺ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നാമം. ഈ ഇപ്പം ആന പന തിന്നുന്നു എന്ന് പറയുമ്പോ ഏതാ കർത്താവ് വരുക? ആന. ഓക്കെ, തിന്നുന്നു ആണ് ക്രിയ അല്ലെ. അപ്പൊ അങ്ങനെ വരുമോ നമുക്ക് ക്വസ്റ്റ്യൻ? ഏതാ അതിൽ കർത്താവ്, ക്രിയ നോക്കാം. നെക്സ്റ്റ് വരുന്ന എന്താ? അപ്പൊ എന്താണ് പറഞ്ഞത് എന്നതും വാക്യം. അതിൽ ആദ്യത്തേത് അങ്കിവാക്യം. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്നും പേർ. ആന ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്നുന്നു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നുന്നു എന്ന പൂർണ്ണവാക്യവും ആനക്കാരൻ കൊടുത്ത എന്ന ഒരു അപൂർണവാക്യവും ഉണ്ട്. അപൂർണവാക്യത്തിന് അംഗവാക്യം എന്ന് പേർ. അപ്പൊ അങ്കിവാക്യം തന്നെ പൂർണ്ണമായ വാക്യമാണ്. അപൂർണായതോ എന്താണ്? അംഗവാക്യങ്ങളും. അത് രണ്ടും ചേർന്നാണ് ഇത് സങ്കീർണകം. അപ്പൊ മനസ്സിലായോ? ഏതാ അങ്കിവാക്യം, ഏതാ അംഗവാക്യം, പിന്നെ സങ്കീർണകം,
ചൂർണിക. 4 നമ്മൾ പഠിച്ചത്. അതില് സെന്റൻസ് പൂർണ്ണമായതാണ് ഏത്? അങ്കിവാക്യം. അത് പൂർണ്ണ ആകാതെ വന്നാൽ അത് അംഗവാക്യാവും. രണ്ടും കൂടെ കൂടി ചേർന്നാൽ സങ്കീർണമാവും. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഭാഷ മുതലാണ്. ഒന്നുകൂടെ അത് വായിക്കാം. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുമുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷ തന്നെ. അല്ലേ? ഒരു ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷയാണ്. അന്യർക്ക് മനസ്സിലാകും വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷ പ്രധാനമായും ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെ കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട്. 2 ഭാഷാഗോത്രങ്ങൾ. ദ്രാവിഡ ഗോത്രം, മലയാളം. അല്ലെ? ദ്രാവിഡ ഗോത്രത്തിലാണ് മലയാളം ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. നമുക്കൊക്കെ സ്വന്തമായ പേരുണ്ട്, കുടുംബവുമുണ്ട്. അതുപോലെ ഓരോ ഭാഷയ്ക്കും സ്വന്തമായ പേരും കുടുംബവുമുണ്ട്. ഭാഷാ കുടുംബങ്ങളെ എന്താ വിളിക്കുന്നത്? ഗോത്രം എന്ന് വിളിക്കുന്നു. അല്ലെ? ദ്രാവിഡം എന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകളും ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവ തന്നെ. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ആര്യന്മാരുടെ സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ സംസ്കൃതവും കൂടിക്കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത പദങ്ങളാണ്. ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട്. ഇത്ര പേര് മനസ്സിലായില്ലേ? ആരാ ഒന്നത് വായിക്കുന്നേ? അൻമരിയ വായിച്ചാൽ എല്ലാം വായിക്കണം. ഇത്ര വരെ വായിച്ചാൽ മതി. നമ്മൾ പഠിച്ച ഭാഷ, ഭാഷാഗോത്രങ്ങൾ, ആ ഒരു 2 പാരഗ്രാഫ്. ഭാഷ. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുമുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷ തന്നെ. അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. ഭാഷ പ്രധാനമായും ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെക്കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട്. ഭാഷാഗോത്രങ്ങൾ. ദ്രാവിഡ ഗോത്രം, മലയാളം. നമുക്കൊക്കെ സ്വന്തമായ പേരുണ്ട്, കുടുംബവുമുണ്ട്. അതുപോലെ ഓരോ ഭാഷയ്ക്കും സ്വന്തമായ പേരും കുടുംബവുമുണ്ട്. ഭാഷാ കുടുംബങ്ങളെ ഗോത്രം എന്നാണ് പറയുക. ദ്രാവിഡം എന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകൾ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവ തന്നെ. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. ആര്യന്മാരുടെ സമ്പർക്കം കൊണ്ട് മലയാളത്തിൽ സംസ്കൃതവും കൂടിക്കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത പദങ്ങളാണ്. ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട്. വാക്യം. അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗകികം. ആന നിൽക്കുന്നു എന്നത് ഒരു വാക്യമാണ്. ആന പനി തിന്നുന്നു എന്നതും വാക്യം തന്നെ. അതിന് ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 ഘടകങ്ങളുണ്ട്. ഇങ്ങനെ ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്ന് പേർ. ആന ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്നുന്നു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നുന്നു എന്ന പൂർണ്ണവാക്യവും ആനക്കാരൻ കൊടുത്ത എന്ന ഒരപൂർണവാക്യവും ഉണ്ട്. അപൂർണ വാക്യത്തിന് അംഗവാക്യം എന്ന് പേർ. അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക് സങ്കീർണം എന്ന് പേർ. സങ്കീർണം എന്ന് പേർ. അല്ലെ? മനസ്സിലായില്ലേ? അപ്പൊ അപൂർണ വാക്യത്തിന് അംഗവാക്യം എന്ന് പേരുണ്ട്. ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളുമുള്ള തരം വാക്യങ്ങൾക്കാണ്
സങ്കീർണകം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഷോൺ ഒന്ന് വായിച്ച മോനെ. ആദ്യം മൂലം വായിക്കട്ടെ. ഭാഷ. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് ഭാഷ തന്നെ. അന്യർക്ക് മനസ്സിലാകുന്ന വിധം ചിട്ടപ്പെടുത്തി പറയുന്ന ശബ്ദങ്ങളാണ് ഭാഷ. ഭാഷ പ്രധാനമായും ഭാഷണത്തിന് വേണ്ടിയുള്ളതാണ്. സംഭാഷണം തുടങ്ങി ഏറെക്കാലം കഴിഞ്ഞാണ് എഴുത്ത് നടപ്പാക്കിയത്. ഇന്നും എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ പ്രചാരത്തിലുണ്ട്. ഭാഷാഗോത്രങ്ങൾ. ദ്രാവിഡ ഗോത്രം. ദ്രാവിഡ ഗോത്രം. മലയാളം. നമുക്കൊക്കെ സ്വന്തമായ പേരുണ്ട്, കുടുംബവും ഉണ്ട്. അതുപോലെ ഓരോ ഭാഷയ്ക്കും സ്വന്തമായ പേരും കുടുംബവും ഉണ്ട്. ഭാഷ കുടുംബങ്ങളെ ഗോത്രം എന്നാണ് പറയുക. ദ്രാവിഡം എന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകളും ദ്രാവിഡ ഗോത്രങ്ങളിൽപ്പെട്ടവ തന്നെ. സംസ്കൃതം, ഹിന്ദി, ബംഗാളി, മറാത്തി, ഒറിയ തുടങ്ങിയ ഭാഷകൾ ഇൻഡോ ആര്യൻ സംസ്കൃതവും കൂടി കലരാൻ ഇടയായി. നാം ഉപയോഗിക്കുന്ന മലയാളത്തിൽ പകുതിയോളം സംസ്കൃത പദങ്ങളാണ്. ഇംഗ്ലീഷ്, അറബി, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളും മലയാളത്തിലുണ്ട്. വാക്യം. അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണം, യൗഗികം. ആന നിൽക്കുന്നു എന്നതൊരു വാക്യമാണ്. ആന പന തിന്നുന്നു എന്നതും വാക്യം തന്നെ. ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ ഷോൺ ശ്രേയ പറഞ്ഞു കയറാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. കാണുന്നില്ലല്ലോടാ. ശ്രേയ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാണിക്കുന്നില്ല എനക്ക്. വായിച്ച ഷോൺ. പക്ഷെ ശ്രേയ വേറെ ലിങ്കിലായിരിക്കും കേറിയത്. അവളുടെ അനിയത്തിയുടെ ലിങ്കിലായിരിക്കും കയറിയത്. ചോദിക്കട്ടെ മിസ്റ്റർ. മെസ്സേജ് കണ്ടു. ഷോൺ വായിച്ച മോനെ. ഇപ്പൊ ശ്രേയ ലിങ്ക് മാറിയിട്ടുണ്ടാവും എന്നാല് അല്ലേ? ശ്രേയ അല്ലെ? അന്മരിയ ഓക്കെ. ഇല്ല, കാണിക്കുന്നില്ല ഇവിടെ. നമ്മളെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. ഓക്കെ, എല്ലാവരും ആ നോട്ട് എഴുതിയെടുക്കണേ. അർത്ഥം എഴുതിയതിന് ശേഷം പര്യായപദവും ഓപ്പോസിറ്റ് വേർഡ് എഴുതി അതിൽ എഴുതിയതിന് ശേഷം മിസ് സെന്റിയില് വാക്യത്തെ പ്രയോഗിക്കുകയും ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയെടുക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ എഴുതിയെടുക്കണേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ.
മിസ് ഈ ക്ലാസ് കഴിഞ്ഞ പാടെ ഞങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ് ഉണ്ടോ? GK. അല്ലേ? എന്നാ അത് കഴിഞ്ഞിട്ട് എഴുതിട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരോടും ബൈ. See you in the next class. Bye. Bye.